സമരം നടത്തുന്നത് ആശാ വർക്കർമാർ മാത്രമല്ല. ഈ സമരത്തിന് പിറകിൽ SUC അടക്കമുള്ള മറ്റു സംഘടനകളുണ്ട്, അറിയാത്ത മറ്റു സംഘടനകളുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇതിനകത്തും ഒരുപാട് പേർ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ലാതെ കുറെ ആശമാർ മാത്രം ഇരുന്ന് നടത്തുന്ന ഒരു സമരമാണ് എന്ന് താങ്കൾ കരുതുന്നു? ഒരിക്കലുമില്ല. ഇത് അങ്ങനെ ആശമാർ മാത്രം നടത്തുന്ന സമരമല്ല. ഇതിനകത്ത് CPM ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ഇതിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു ബഹുജന സമരമാണിത്. അതിനിപ്പോൾ എന്താ കുഴപ്പം? ആ സമരം ന്യായമാണെന്ന് തോന്നിയതുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, കലാപ്രവർത്തകർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഡോക്ടർമാർ, അധ്യാപകർ, കൂടാതെ SUCക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, വിവിധ സംഘടനകൾ ഈ കേരളത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും പിന്തുണയ്ക്കാൻ വന്നേക്കണം ആ സമരത്തിന്. അതിനെന്താണൊരു കുഴപ്പം? അതിനെന്താണ് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സമരം വരുമ്പോൾ അതിനെ എല്ലാവരും പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ലേബർ കോഡിനെതിരെ, ഈസ് ഓഫ് ഡൂയിങ്ങിനെതിരെ ഒക്കെ സമരം ചെയ്യുന്നത് ഒരുമിച്ച് നിന്നല്ലേ. CITUം AIUTUCയും INTUCയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. അതിനെന്താണ് കുഴപ്പം? അത് കാണിക്കുന്നത് ആ സമരത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവുമാണ്. അതൊരു നല്ല കാര്യമല്ലേ കൊച്ചു പറയുന്നത്. ഇപ്പോൾ അത് വലിയ അപരാധമായിട്ടാണ് ഇപ്പോൾ ഈ TV ചാനലിൽ വന്നിരുന്ന് അവതരിപ്പിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താണ് കുട്ടി ഉദ്ദേശിക്കുന്നത്? കുട്ടി എവിടെയാണ് പഠിച്ചത് ഈ ജേർണലിസം? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഇവർ കൂടി ഉൾപ്പെട്ടുകൊണ്ട് സമരം നടത്തണം. അതുണ്ടാകുന്നില്ലോ. ഈ രണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉദ്ദേശശുദ്ധി മാനിക്കാം. അത് പക്ഷെ ഉണ്ടാകാത്തത് എന്താണ്? ഒരു സർക്കാരിനെതിരെ മാത്രം സമരം നടത്തുന്നത് എന്തിനാണ്? കേന്ദ്ര സർക്കാരിനെതിരെ SUC സമരം നടത്തട്ടെ, അപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഇത് സംസ്ഥാന സർക്കാരിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ്? മോളെ, ഈ സമരം ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഓണറേറിയം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്നത്. അതിനുവേണ്ടി കേന്ദ്രത്തിൻ്റെ നടയിൽ പോയിട്ട് സമരം ചെയ്തിട്ട് കാര്യമില്ല. ജേർണലിസം കോഴ്സൊക്കെ പഠിച്ചിങ്ങനെ വാതോരാതെ സംസാരിച്ചാൽ മാത്രം പോരാ. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ രാഷ്ട്രീയ ബോധം വേണം. ഈ രാഷ്ട്രീയ ബോധം ആർജിക്കണമെങ്കിൽ ജനകീയ സമരങ്ങളിൽ പങ്കെടുക്കണം. അത്തരമൊരു ജനകീയ സമരമാണ് ആശാസമരം. ഈ സമരം വിജയിക്കേണ്ടത് കേരളത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അടിയന്തര ആവശ്യമാണ്. ഈ സമരം വിജയിച്ചേ മതിയാകൂ.